ഹായ് ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കിച്ചണിൽ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വളരെ എളുപ്പത്തിൽ കറികളൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, 3 നേരവും, അതായത് വൈകിട്ട് ചൂട് ചായയുടെ പിന്നെ ഡിന്നറിന് എന്തെങ്കിലും ചെറിയ കറികളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന കിടിലനൊരു പലഹാരമാണിത്. അരിപ്പൊടി, ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അരച്ചൊക്കെ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. കണ്ടാൽ ഒരു കുട്ടി ദോശ അതുപോലെ തന്നെ ഉത്തപ്പൊക്കെ പോലെ തോന്നെങ്കിലും അതിനേക്കാളൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റ്. ദോശമാവ് പോലെ പൊന്താനോ പുളിക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, മാവ് അരച്ചുടനെ ചുട്ടെടുക്കാം. അപ്പോൾ എന്നും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തവർ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഈസി റെസിപ്പികൾ ഇനിയും മിസ്സാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടാനായി ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനിന്ന് അരി കുതിർത്ത് അരച്ചാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ പച്ചരി അല്ലെങ്കിൽ ബസ്മതി അരി ഒക്കെ നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കാം. ഞാനൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളം നന്നായി വാർത്ത് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ ചോറാണ്. നിങ്ങൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, കുറച്ച് ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ആവശ്യത്തിന്, അതായത് ഞാൻ ചേർത്തിട്ടുള്ളത് 2 ടീസ്പൂൺ ഉപ്പാണ്. ഇനി ചേരുവകളെല്ലാം മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ പൊടി മിക്സിയിലേക്ക് മാറ്റി ബാക്കി ചേരുവകൾ കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്കിത് നേരിട്ട് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ മാവിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, 1 ടേബിൾ സ്പൂൺ ബീട്രൂട്ട്, പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ. വെജിറ്റബിൾസ് വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ടതാണ്. അല്ലാതെയുള്ള ചേരുവകൾ മാത്രം ചേർത്തുണ്ടാക്കുമ്പോൾ തന്നെ ഇത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കുമല്ലോ അല്ലേ. ഇനി ഒരു ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ പാനോ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലിനും വെളിച്ചെണ്ണക്കൊക്കെ പകരം ബട്ടർ അല്ലെങ്കിൽ നെയ്യൊക്കെ എടുക്കാം കേട്ടോ. ഒരു വശം നന്നായി ഒന്ന് മുരിഞ്ഞു വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങളിതിൽ വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സമയം ആവശ്യമുള്ള കുറച്ച് മാവ് മാത്രം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനേ. കറികളൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ പോലെ അടിപൊളി ടേസ്റ്റാണ്. പൂരി പോലെ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാത്തത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് നന്നായി ഒന്ന് മുരിഞ്ഞ പരുവത്തിലാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് ഓയിൽ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അരിപ്പൊടി, ഗോതമ്പ് പൊടിയൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ ടേസ്റ്റിലൊന്നും യാതൊരു കുറവും വരില്ല. വീട്ടിൽ മിക്കപ്പോഴും ഉള്ള ചേരുവകൾ മാത്രമല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.